ഇത് എന്തൊരു ചേച്ചി ഇത്? ഈ സമയമായിട്ട് ഇവിടുത്തെ പണിയൊന്നും ആയില്ല. ഞാൻ അപ്പുറത്ത് സുധേച്ചിയുടെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അവിടെ ഞാൻ ചെല്ലുപിടിക്ക് അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഒന്നും ആയില്ല അല്ലേ? ഇത് എന്താണെന്ന് നേരത്തെ കാലത്തൊക്കെ എണീറ്റ് എന്തൊക്കെ ചെയ്തൂടെ? എന്താ സുമേത്, ജനലൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുക. നീ ഇവിടെ എന്ത് വൃത്തിയാക്കണം? എന്ത് ചേച്ചി ഈ പറയണത്? ഈ ചുമരിലെ എല്ലാ പൊടി എല്ലാ ദിവസവും തൂക്കാൻ എന്നെ കൂടി വയ്യ. എനിക്ക് പണ്ടത്തെ പോലെ അല്ലേ, തീരെ വയ്യ. ആഴ്ച ഒരിക്കൽ വല്ല ചെയ്താൽ പോരെ, ഇതിനാണ് എല്ലാ ദിവസവും ഈ പൊടിയൊക്കെ തുടയ്ക്കുന്നത്. അല്ലേ ചേച്ചി, നിങ്ങൾ വല്ലതും അറിഞ്ഞാ നമ്മുടെ സുന്ദേശ വീട്ടിലെ പൊന്നു സുമ? എനിക്ക് വേറെ ആളുടെ വീട്ടിലെ കുറ്റം പറഞ്ഞാൽ കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ചേച്ചിക്ക് ഇതൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല അല്ലേ? പക്ഷെ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ സുന്ദേശിന്റെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി കേട്ടോണ്ട് നിൽക്കും. ഇപ്പൊ പണിയാൻ നോക്ക്. ആ ശരി, നീ പോവാണോ? എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ല അല്ലേ രാവിലെ? മറന്നു പോയതാണ്. എന്റെ കുഞ്ഞുമായി വന്നിട്ടുണ്ട് വീട്ടിൽ. പൊന്നു സുമ, എന്തോരം അലക്കാൻ കിടക്കണത്. അലക്കേട്ടെങ്കിലും പോ. തുണി ഇപ്പൊ ഇല്ല, അത് 4 എടുത്തെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്. പുറത്തെ പണിയൊക്കെ വേഗം തീർക്കിട്ടാ. മഴയൊക്കെ വരുന്നുണ്ട്, ഇടിമിന്നലൊക്കെ ഉണ്ട്. സൂക്ഷിക്കണം, വീട്ടിലൊക്കെ കുത്തിയിരിക്കട്ടാ. ശരി, എന്നാ പോയിട്ട് വരാം. എന്തൊരു കഷ്ടാന്ന് തോന്നണേ. ഇങ്ങനത്തെ പണിക്കാരുണ്ടോ? മനുഷ്യനാണെങ്കിൽ വേറെ ആരും കിട്ടാത്തോണ്ടാണ് ഇങ്ങനെ സഹിച്ചോട്ടി നിന്ന്. ഇനി മടുത്തു. ഇവിടുത്തെ മുഴുവൻ പണി ഞാൻ തന്നെയാണിത്.